ഈ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജിവെച്ചതല്ല. അദ്ദേഹം ഇതിൽ വിയോജിപ്പ്, അതായത് പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം രാജിവെച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, ഇത്തരത്തിൽ ഈ രാഷ്ട്രപതിമാരും ഉപരാഷ്ട്രപതിമാരും രാജിവെച്ച് പോകുന്നൊരു പതിവ് നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 രാഷ്ട്രപതിമാർ മരിച്ചിട്ടുണ്ട്, അവരുടെ കാലയളവിൽ തന്നെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ മാത്രമാണ് രാഷ്ട്രപതിക്ക് മാറ്റം വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഉപരാഷ്ട്രപതിമാർ അങ്ങനെ രാജിവെച്ച് പോയൊരു ചരിത്രമുള്ളതായിട്ട് തോന്നുന്നില്ല. ജഗദീപ് ധൻഖറിന് കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ടായിരുന്നു. അവിടെ തൃണമൂൽ കോൺഗ്രസിനുമായിട്ട് ഇപ്പോൾ കേരളത്തിലൂടെ ഏറ്റുമുട്ടൽ നടക്കും പോലെ തന്നെ അവിടെയും ഏറ്റുമുട്ടൽ നടന്ന് അങ്ങനെ പ്രശസ്തനായ ഒരാളാണ് ഈ ജഗദീപ് ധൻഖർ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പശ്ചിമ ബംഗാളിൽ ഈ പ്രശ്നങ്ങളെല്ലാം കൊടുമ്പിരി നിൽക്കുന്ന സമയത്താണ് ഒരു ഉപരാഷ്ട്രപതി പദം നൽകിയിട്ട് ജഗദീപ് ധൻഖറിനെ കേന്ദ്ര സർക്കാർ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യഘട്ടങ്ങളിലെല്ലാം ഈ ഭരണപക്ഷ അനുകൂല നിലപാടുകൾ ജഗദീപ് ധൻഖർ എടുത്തിരുന്നു. ഈ പ്രതിപക്ഷത്തുള്ള ആളുകൾക്ക് അധികം സമയം സംസാരിക്കാൻ നൽകാതെയൊക്കെയുള്ള നിലപാടുകളായിരുന്നു ജഗദീപ് ധൻഖറുടെ ആദ്യഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ജഗദീപ് ധൻഖർ ഈ പ്രതിപക്ഷത്തുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചില എതിർപ്പുകൾ ഉയർന്നു വന്നിരുന്നു. അത് സ്വാഭാവികമായിട്ടും BJPക്കകത്ത് അത് വലിയ ചർച്ചയായി. RSS ഇടപെട്ടു. അങ്ങനെ വലിയ ചർച്ച ഉണ്ടാവുകയും ജഗദീപ് ധൻഖറിൻ്റെ അടുത്ത് കൃത്യമായിട്ട് ആശയ സംവാദം ഇവർ നടത്തുകയും ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.